അപ്പം അതേ ഇന്നൊരു വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്ക് കുറച്ച് തുണികൾ അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എടുക്കാണ് കേട്ടോ. നമ്മുടെ ഐന്യൂസ് ഇന്ന് നഴ്സറി പോകാത്തതുകൊണ്ട് തന്നെ ആൾ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. വൈകുന്നേരം വരെ ആൾ ഉറക്കമായിരുന്നു. പിന്നെ അവൾക്ക് ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മെഡിസിനൊക്കെ എടുത്ത് നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അവൾ എണീറ്റ് വരുമ്പോൾ ചായ കാച്ചാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ എണീറ്റിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചായ കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഏത്തപ്പഴം വാട്ടിയത്. അപ്പോൾ അതും കൂടി വാട്ടാമെന്ന് വിചാരിച്ചേ. സാധാരണ ഇത് നെയ്യിലാണ് വാട്ടേണ്ടത്, പക്ഷെ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ വാട്ടണത്. പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്ക് ഫുഡ് കഴിച്ചതിൻ്റെ പാത്രവും പിന്നെ ഇപ്പോൾ പഴം വാട്ടാൻ വേണ്ടി എടുത്ത ആ പാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കൈയോടെ കഴുകി വെച്ചിട്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചിടാണ് കേട്ടോ. അങ്ങനെ തുടച്ചൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പഴം ഒരു സൈഡ് ഇങ്ങനെ മുരിഞ്ഞോടിരിക്കുന്നുണ്ട്. പിന്നെ ചായയിലേക്ക് ഉള്ള വെള്ളം തിളച്ചപ്പോഴത്തേക്കും കുറച്ച് ചായപ്പൊടിയും പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കട്ടൻ ചായയാണ് കാച്ചുന്നത്. അപ്പോൾ കട്ടൻ ചായയും നമ്മുടെ പഴം വാട്ടിയതാണ് കേട്ടോ. പിന്നെ വൈകുന്നേരത്തേക്ക് അങ്ങനെ ഒരു സൈഡ് പഴം വാടി വന്നപ്പോഴത്തേക്കും ഞാൻ അടുത്ത സൈഡും കൂടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് കഴിക്കാൻ കുറച്ച് കാട്ടിക മിച്ചർ ഉണ്ടായിരുന്നു കേട്ടോ. അത് എരിവുള്ള കാട്ടിക മിച്ചറാണേ. അപ്പോൾ അത് കട്ടൻ ചായൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ അതാണ് എടുക്കുന്നത്. പിന്നെ പഴമൊക്കെ വാട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചായ ഇവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. മിച്ചറും പഴം വാട്ടിയതൊക്കെ ആക്കിയിട്ട് പിന്നെ ചായയും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ടേബിളിൽ വെച്ചാൽ എന്തായാലും ഐനൂസിന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സോഫ സെറ്റിൻ്റെ മേളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഇവിടുന്ന് കഴിച്ചോളും. അവൾക്ക് ആദ്യം ഒന്നും ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. ആൾക്ക് ഇങ്ങനെ ഭയങ്കര പേടിയാണ്, ചൂടുണ്ടോ എന്നുള്ള പേടിയാണ് കേട്ടോ. ഞാൻ പിന്നെ ഒരു വായി വെച്ച് കൊടുത്തു. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ മിച്ചർ കേട്ടോ കഴിക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു മിച്ചറാണ് കേട്ടോ. അങ്ങനെ പിന്നെ മിച്ചറൊക്കെ കഴിച്ച് ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പഴം വാട്ടിയതിൻ്റെയും പിന്നെ കപ്പിൻ്റെയും പിന്നെ മീൻകറീൻ്റെയൊക്കെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അങ്ങോട്ട് അങ്ങോട്ട് കൈ വെക്കുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ അപ്പം പാത്രങ്ങൾ ഇങ്ങനെ കഴുകി വെച്ചാൽ ഒരു മനസ്സുഖമാണ്. കാരണം ഒരുപാട് ഇങ്ങനെ കൂടിക്കിടക്കണം കാണുമ്പോൾ തന്നെ മടിയാവുകയും ചെയ്യും, എന്തോ പോലെയാണ് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വന്നപ്പോഴത്തേക്ക് നമ്മുടെ തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം കൈയോടെ മടക്കാണ്. നമ്മുടെ ഐനൂസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രോക്ക് ഇട്ടിട്ട് അവൾ മേളിൽ കൂടെ അല്ലാട്ട് ഇട്ടത് താഴത്ത് കൂടെയാണ് ഇട്ടപ്പോൾ അത് ഊരാൻ പറ്റാണ്ട് അങ്ങനെ നിൽക്കായിരുന്നു. ഞാൻ വിചാരിച്ചു അങ്ങനെ കുറച്ച് നേരം നിൽക്കട്ടെ, അങ്ങനെ പാടില്ലല്ലോ. അങ്ങനെ അവൾ കുറച്ച് നേരം അവിടെ നിന്നിട്ടാ. പിന്നെ ഞാനിതാ തുണികളൊക്കെ എടുത്തു വെക്കാൻ പോകണം. നമ്മുടെ അലമാരിലോട്ട് കൈയോടെ അങ്ങോട്ട് തുണികളൊക്കെ എടുത്തു വെക്കാണ്. അങ്ങനെ നമ്മുടെ തുണികളും ഒക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ ഐനൂസിന് ആ ട്രൗസറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഐനൂസിന് കഞ്ഞി കൊടുക്കാൻ നോക്കുകയാണ് കേട്ടോ. അവൾക്ക് കഞ്ഞിയും മീൻ വറുത്തതും പിന്നെ കുറച്ച് ഗ്രീൻ പീസിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ വെച്ച കറിയാണ്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി അവൾക്ക് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ച്. ചെയ്താലും ആൾക്ക് പനി ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇന്ന് രാത്രി കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അവൾ കഞ്ഞി നല്ലോണം കുടിക്കും കേട്ടോ. അപ്പോൾ കഞ്ഞിയും മാന്തളി മീൻ വറുത്തതും കൂടിയാണ് അവൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ കഞ്ഞിയൊക്കെ സെറ്റാക്കി അവൾക്ക് എന്തായാലും കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാണേ. കഞ്ഞി ഞാൻ കൈ കൊണ്ട് കോരി കൊടുക്കുള്ളൂ കേട്ടോ. കാരണം ഇവിടെ എല്ലാം പരത്തിയിടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൾക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്.